നമസ്കാരം. മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണ് ഈ വർഷം മോശം സമയം തുടരുകയാണ്. കഴിഞ്ഞ മാസം ഇംഗ്ലണ്ടുമായുള്ള T20 പരമ്പരയിലെ ഫ്ലോപ്പ് ഷോയ്ക്ക് പിന്നാലെ കൈവിരലിനേറ്റ പരിക്കിന് ശസ്ത്രക്രിയ നടത്തിയിരിക്കുകയാണ് താരം. IPL പുതിയ സീസണ് ഇനി വെറും 38 ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സഞ്ജു ഇത് ചെയ്തിട്ടുള്ളത്. ഇതോടെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ പുതിയ സീസണിൽ കളിക്കുമോ എന്ന കാര്യവും സംശയത്തിലാണ്. സഞ്ജു കളിച്ചില്ല എങ്കിൽ അത് റോയൽസിനെ സംബന്ധിച്ച് തീരാ നഷ്ടം തന്നെയായിരിക്കും. അദ്ദേഹത്തിന് പകരം പുതിയ ക്യാപ്റ്റനെ കണ്ടെത്തുന്നതിനൊപ്പം തന്നെ ഓപ്പണറെയും അവർക്ക് തിരയേണ്ടതായി വരും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മലയാളി താരത്തിന് എത്ര നാളത്തെ വിശ്രമം വേണ്ടിവരുമെന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മുംബൈയിൽ വെച്ച് ഈ മാസം 2-നാണ് സഞ്ജു സാംസൺ കൈവിരലിന് ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മെഡിക്കൽ സംഘത്തോടൊപ്പം ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രം സഞ്ജു സാംസൺ ഫാൻസ് പേജ് എന്ന പേജിലൂടെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മാസം 2-ന് ഇംഗ്ലണ്ടുമായി മുംബൈയിലെ വാങ്കഡയിൽ നടന്ന 5-മത്തെയും അവസാനത്തെയും T20-ക്കിടെയാണ് താരത്തിന്റെ വലത് കൈവിരലിന് പൊട്ടലേറ്റത്. പേസർ ജോഫ്ര ആർച്ചറിനെതിരെ ബാറ്റ് ചെയ്യവേ ബോള് ചൂണ്ടുവിരലിൽ കൊള്ളുകയായിരുന്നു. പരിക്കേറ്റ ശേഷം അധികം വൈകാതെ ഔട്ടായ സഞ്ജു പിന്നീട് ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സിൽ വിക്കറ്റ് കീപ്പിംഗിനും ഇറങ്ങിയില്ല. പകരം ധ്രുവ് ജുറയിലായിരുന്നു ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് കാത്തത്. അടുത്ത മാസം 21-നാണ് IPL 18-ാം സീസണിന് തുടക്കമാകുന്നത്. ടൂർണമെന്റിന്റെ ഫിക്സ്ചർ അടുത്ത ആഴ്ച പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുന്ന സഞ്ജു സാംസണ് രാജസ്ഥാൻ റോയൽസിനായി സീസണിന്റെ തുടക്കം മുതൽ കളിക്കാനാകുമോ എന്ന കാര്യം സംശയമാണ്. സാധാരണയായി കൈവിരലിന് പൊട്ടലേൽക്കുകയും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ചെയ്താൽ 2-3 മാസങ്ങൾ വരെയെങ്കിലും വിശ്രമം ആവശ്യമായി വരാറുണ്ട്. നേരത്തെ ഇന്ത്യയുടെ മറ്റൊരു മുൻ ബാറ്ററായ ഋതുരാജ് ഗെയ്ക്വാദിന് സമാനമായി പരിക്കേറ്റപ്പോൾ 3 മാസത്തോളം കളിക്കളത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായി വന്നിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ IPL പുതിയ സീസണിലെ ആദ്യപാദ മത്സരങ്ങൾ സഞ്ജുവിന് നഷ്ടമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അങ്ങനെ വന്നാൽ ആരാകും പുതിയ നായകനായി വരികയെന്നതാണ് ചോദ്യം. ഇംഗ്ലണ്ട് ക്യാപ്റ്റനും സ്റ്റാർ ബാറ്ററുമായ ജോസ് ബട്ട്ലർ ഉണ്ടായിരുന്നുവെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് അദ്ദേഹത്തെ നായകസ്ഥാനം ഏൽപ്പിക്കാമായിരുന്നു. എന്നാൽ ബട്ട്ലറെ മെഗാലയനത്തിന് മുൻപ് റോയൽസ് കൈവിട്ടിരുന്നു. സഞ്ജുവിന്റെ അഭാവത്തിൽ ഒരുപക്ഷെ യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗാവും ക്യാപ്റ്റനായി നറുക്ക് വീണേക്കുക. ആഭ്യന്തര ക്രിക്കറ്റിൽ അസം ടീമിന്റെ നായകൻ കൂടിയാണ് അദ്ദേഹമെന്നത് ഇതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ തകർപ്പൻ ഫോമിലായിരുന്നു സഞ്ജു ഉണ്ടായിരുന്നത്. പരാഗ് കഴിഞ്ഞാൽ ടീമിനായി ഏറ്റവും അധികം റൺസ് അടിച്ചെടുത്തതും അദ്ദേഹമാണ്. കരിയറിൽ ആദ്യമായി 500-ന് മുകളിൽ റൺസ് സഞ്ജു സ്കോർ ചെയ്തിരുന്നു. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ റൺവേട്ടയിൽ മുന്നിലെത്തുകയും ചെയ്തിരുന്നു റോയൽസ് ക്യാപ്റ്റൻ. ഇതിന് പിന്നാലെ ICC T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലും അദ്ദേഹത്തിന് ഇടം ലഭിക്കുകയും ചെയ്തു. പിന്നീട് 2024-ന്റെ പകുതിക്ക് ശേഷം സഞ്ജുവിന് സമയം തെളിയുകയായിരുന്നു. എന്നാൽ 2025 സഞ്ജുവിനെ സംബന്ധിച്ച ഇപ്പോൾ നഷ്ടങ്ങളുടെ വർഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.